ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ മുൾമുനയിൽ നിർത്തി അവസാന നിമിഷം വരെ പോരാടി ഒടുവിൽ പൊരുതി തോറ്റു വീണു. പ്രിയപ്പെട്ട കേപ്പ് വേർഡെ, നിങ്ങൾക്ക് തലയുയർത്തി തന്നെ മടങ്ങാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ കേപ്പ് വേർഡെ, താങ്ക് യു സോ മച്ച്. വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുട്ബോൾ ഗെയിംസ് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന്. ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ വീഡിയോയ്ക്ക് അർജന്റീന വിജയത്തിനും കേപ്പ് വേർഡെ എന്നുള്ള കുഞ്ഞൻ ടീമിന്റെ ഒരു സർപ്രൈസിംഗ് എലമെന്റ് ഈ വേൾഡ് കപ്പിന് സമ്മാനിച്ചതിന് പ്ലീസ് ഗിവ് എ ലൈക്ക്. ഓക്കെ, ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഗെയിം ഏതാണെന്ന് ചോദിച്ചിരുന്നാൽ നിസ്സംശയം പറയാം, ദിസ് ഇസ് ദ ബെസ്റ്റ് ഗെയിം ഓഫ് ദ വേൾഡ് കപ്പ് സോ ഫാർ. ഒരു കുഞ്ഞൻ രാജ്യം, വെറും 5,30,000 പേർ മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞൻ രാജ്യം ആദ്യത്തെ തവണയാണ് ഒരു വേൾഡ് കപ്പ് കോമ്പറ്റീഷൻ എത്തുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന കടമ്പ എന്ന് പറഞ്ഞാൽ വലിയ കടമ്പ തന്നെയായിരുന്നു. സ്പെയിൻ, ഉറുഗ്വേ, സൗദി അറേബ്യ, ഇവരെയാണ് ഗ്രൂപ്പ് ഗെയിംസിൽ കേപ്പ് വേർഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കേപ്പ് വേർഡെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ സ്മോൾ ടീം ആദ്യമായിട്ട് വേൾഡ് കപ്പിന് വരുന്നു. സോ വന്ന് കളിച്ച് ഓക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് മാത്രം വന്ന് തിരിച്ചു പോകാം എന്നുള്ളൊരു ടീം മാത്രമായിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേപ്പ് വേർഡെ ഒരു കളി പോലും തോൽക്കാതെയാണ് ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത്. സ്പെയിനെ 0-0 എന്ന സ്കോറിന് തളയ്ക്കുന്നു. പിന്നീട് ഉറുഗ്വേ 2 ഗോളിന് മുന്നിട്ട് നിന്ന ഉറുഗ്വേക്കെതിരെ തിരിച്ച് 2 ഗോൾ അടിച്ചിട്ട് വീണ്ടും സമനിലയിലെത്തുന്നു. ആൻഡ് ദ ഫൈനൽ ഗെയിം അഗെയിൻസ്റ്റ് സൗദി അറേബ്യ, ആ ഗെയിമും 0-0 എന്ന സ്കോറിന് സമനിലയിലെത്തി. അങ്ങനെ ഒരു കളി പോലും തോൽക്കാതെ ആദ്യത്തെ തവണ തന്നെ അവർ നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തുന്നത്. സോ നോക്കൌട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ അവർക്ക് കിട്ടിയതോ സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ അർജന്റീന. എല്ലാവരും വിധി എഴുതി അർജന്റീനയുടെ മുമ്പിൽ കേപ്പ് വേർഡെ ഒന്നും ആയിരിക്കില്ല, ആൻഡ് ഇറ്റ് വുഡ് ബി എ വാക്ക് ഇൻ ദ പാർക്ക് ഫോർ മെസ്സി ആൻഡ് ഹിസ് ബോയ്സ്. പക്ഷെ നടന്നത് ചരിത്രം. അവർ കളിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്തവരെ പോലെയാണ്. പിന്നെ അവരുടെ മുമ്പിൽ വന്നത് അർജന്റീനയാണോ ഇനി വേറെ ഏത് ചാമ്പ്യന്മാരാണോ എന്നുള്ള ചിന്തയോടുകൂടി ആയിരുന്നില്ല. ദേ കെയിം ടു ഫൈറ്റ്. അവസാന വിസിൽ മുഴങ്ങുന്ന ആ നിമിഷം വരെ പൊരുതാനായിട്ട് മനസ്സുറച്ച് തന്നെയാണ് കേപ്പ് വേർഡെ ഈ മത്സരത്തിലെത്തിയത്. സോ നമുക്ക് ഈ ഗെയിമിന്റെ ഹൈലൈറ്റ്സിലേക്ക് പോകാം. കളി തുടങ്ങി, അർജന്റീന പൊസിഷൻ സ്റ്റാറ്റ്സിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ ഈസി ആയിട്ട് അർജന്റീനയ്ക്ക് മുന്നേറാനായിട്ടുള്ള പഴുതുകളൊന്നും കേപ്പ് വേർഡെ ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ലായിരുന്നു. സോ ദേ വേർ സ്റ്റിൽ ഇൻ ദ ഗെയിം. അവർ കളിയിൽ ഉടനീളം ഉണ്ടായിരുന്നു. കിട്ടുന്ന ചാൻസുകൾക്കൊക്കെ അവർ മുന്നേറാനായിട്ട് ശ്രമിച്ചു. ദേ വേർ ട്രൈയിങ് ദ ബെസ്റ്റ് ടു മൂവ് ഫോർവേഡ് വിത്ത് ദ ബോൾ. ആൻഡ് അർജന്റീനയ്ക്ക് ഒട്ടും ഈസി ആയിരുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്, മെസ്സി ഫ്രീ ആയിട്ട് ഒഴുകി നടക്കുന്നത് ഇതിനു മുമ്പുള്ള ഗെയിംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗെയിമിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാഴ്ചയായിരുന്നില്ല. ബിക്കോസ് ദേ ഹാഡ് പ്ലാൻ. കേപ്പ് വേർഡെ വന്നെന്ന് വെച്ചാൽ മെസ്സിയെ ഫ്രീ ആക്കി വിടാതെ കൂട്ടാൻ തന്നെ എന്നുള്ള തീരുമാനത്തിലായിരുന്നു. സോ കുറേയൊക്കെ അവരത് വിജയിച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ഹൈഡ്രേഷൻ ബ്രേക്ക് എത്തുന്ന സമയത്ത് മെസ്സി ടീംമേറ്റ്സുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു. ആൻഡ് ഓൾസോ വിത്ത് ലിയോണൽ സ്കലോണി അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ദിയർ ഡിഫൻസ്. അങ്ങനെയാണ് ഈ ലോങ് ബോൾ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കയ്യിൽ നിന്നും ആ ഒരു പിൻ പോയിന്റ് ആക്യുറസിയിൽ മെസ്സിയുടെ കാലുകളിൽ എത്തുന്നു. ആ ഫസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ വേൾഡ്. ആ ഒരു തൂവൽ സ്പർശം എന്നുള്ള നിലയ്ക്കാണ് ഫസ്റ്റ് ടച്ച് കിട്ടി, ബോള് സ്വീകരിച്ച് അവിടുന്ന് ഹൊസീന എന്നുള്ള ആ ഒരു മാസ്മരിക ഗോൾ കീപ്പറിന് മറികടന്ന് മെസ്സി ഗോൾ സ്കോർ ചെയ്തു. സോ ഗോൾ സ്കോർ ചെയ്തതോടുകൂടി അർജന്റീന അത്യാവശ്യം കോൺഫിഡൻസ് വന്ന നിലയ്ക്ക് കളിക്കുന്നു. ആൻഡ് ദേ വർ ലൈക്ക് ഫൈൻ, ഇനിയിപ്പോൾ ഗെയിമായിട്ട് മുമ്പോട്ട് പോകാം. ഒരു ഗോൾ അടിക്കാത്തതിൻ്റെ ഒരു വിഷമം അത്ര നേരം വരെ ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ. പക്ഷേ ആ ടെൻഷനൊക്കെ മാറിക്കിട്ടി അർജന്റീന ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ കേപ്പ് വേർഡെ അവർ ജസ്റ്റ് ഡിഫൻസിന് വേണ്ടി മാത്രം വന്നൊരു ടീം ആയിരുന്നില്ല. അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ അവർ മുമ്പോട്ട് കളിക്കാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് ദേ വർ സ്പ്രെഡിങ് ദെയർ ഫീൽഡ്. ഇതെല്ലാം അവർ കളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫ് ആയി കഴിയുമ്പോൾ 59th മിനിറ്റ് ആയപ്പോൾ ഡിറോയ് ഡുവാർട്ടെ ആ ചാൻസ് കിട്ടിയ ഗോൾ സ്കോർ ചെയ്തിട്ട് ദേ വർ ബ്രേക്കിംഗ് അർജന്റീനൻ ഹാർട്ട്സ്. അപ്പോൾ 1-1 എത്തിക്കഴിഞ്ഞിരുന്നപ്പോൾ വീണ്ടും സ്റ്റേഡിയം മൊത്തം ടെൻസ്ഡായി. അർജന്റീനൻ പ്ലെയേഴ്സ് വളരെയധികം ഉത്കണ്ഠയോടുകൂടി കാണപ്പെട്ടു. ബിക്കോസ് ഇതിനകത്തുള്ള കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് കേപ്പ് വേർഡെയുടെ പ്ലെയേഴ്സ് തന്നെയാണ്. ബിക്കോസ് ദേ വർ റണ്ണിങ് അറൗണ്ട്. അവരെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒന്ന് സ്ലോ ആക്കാനായിട്ട് നോക്കിയിട്ടില്ല. ദേ വർ ഓൾവേസ് ദെയർ. അർജന്റീനൻ പ്ലെയേഴ്സിന്റെ കാലിൽ ബോൾ കിട്ടുന്ന സമയത്ത് ഇവരുടെ പ്ലെയേഴ്സ് ഓടി എത്തുന്നുണ്ട്. എപ്പോഴാണെങ്കിലും അവരെ അങ്ങനെ ഈസി ആയിട്ട് വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് കേപ്പ് വേർഡെ പ്ലെയേഴ്സ് കളിച്ചുകൊണ്ടിരുന്നത്. സോ ആ 1-1 എത്തി. അങ്ങനെ ടുവേർഡ്സ് ദി എൻഡ് 90 മിനിറ്റ്സിൽ അർജന്റീനയ്ക്ക് അങ്ങനെ കേപ്പ് വേർഡെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. സോ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. എക്സ്ട്രാ ടൈം തുടങ്ങി ഒരു 3 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് ഒരു ഗോള് സ്കോർ ചെയ്തിട്ട് അർജന്റീനയുടെ മുന്നിലെത്തിക്കുന്നു. അപ്പോൾ വീണ്ടും പ്രതീക്ഷ. എന്തായാലും എക്സ്ട്രാ ടൈം ആണല്ലോ, അപ്പം ഇനിയുള്ള സമയം എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്ത് പിടിച്ചു നിൽക്കുക എന്നുള്ള ഇതായിരുന്നു. ബട്ട് കിട്ടുന്ന ചാൻസുകൾ സ്കോർ ചെയ്യണം എന്നുള്ള രീതിയിൽ അർജന്റീന മുമ്പോട്ട്. ബട്ട് ദെൻ ഗെയിം വാസ് ലൈക്ക് സ്റ്റിൽ ഓൺ.
ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഗെയിം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിന് അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുന്നു. സിഡ്നി കബ്രാൽ, വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ഓഫ് ദിസ് വേൾഡ് കപ്പ് സോ ഫാർ. ആ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ഇപ്പം എമി മാർട്ടിനസ് എന്നല്ല, എമി മാർട്ടിനസിന്റെ തലതൊട്ടപ്പം വന്നു നിന്നാലും ആ ഗോൾ സേവ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലത്തെ ഒരു സ്ട്രൈക്ക്, ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് ഇൻ ടു ദി ടോപ്പ് ബിൻസ്. ആ ടോപ്പ് കോർണറിൽ അളന്നു മുറിച്ചിട്ടുള്ള ആ ഗോൾ അടിച്ചതോടുകൂടി സ്റ്റേഡിയം ഇളകി മറിഞ്ഞു. ആൻഡ് സൈലൻസ് ഫ്രം ദി അർജന്റീനൻ സപ്പോർട്ട്. എല്ലാവരും വളരെയധികം ടെൻസ്ഡായി. ഇനിയിപ്പോ ഒരു ഗോൾ, ഇനിയിപ്പം എന്താ പറയാ, ഈ ഒരു അറ്റാക്കിൽ നിൽക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ദേ കുഡ് ഈവൻ ടേക്ക് അർജന്റീന ടു ദ പെനൽറ്റീസിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അവിടെ ആരുടെയും കയ്യിലല്ല. ഇനിയിപ്പോ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് ആണ് എന്ന് പറഞ്ഞാലും ഇപ്പുറത്ത് നോക്കുമ്പോൾ എമി മാർട്ടിനസിനെ കാട്ടി മികച്ച രീതിയിൽ ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത ഒസീനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരിക്കലും പെനൽറ്റി ഷൂട്ട് ഔട്ട് ഈസി ആകത്തില്ല. പക്ഷേ അർജന്റീനൻ ഫാൻസിന്റെ പ്രാർത്ഥന അതൊന്നും കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും റൊമേറോ ഉയർന്നു ചാടി ഹെഡ് ചെയ്യുന്നു. ആ ഹെഡർ പോകുന്ന വഴിക്ക് കേപ്പ് വേർഡയുടെ പ്ലെയറിന്റെ കയ്യിൽ തട്ടി നേരെ ഗോൾ വലയിലേക്ക് കടക്കുന്നു. സോ അതോടുകൂടി ആശ്വാസം, പ്ലെയേഴ്സിന് എല്ലാവരും ആശ്വാസം. ഇനിയിപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അർജന്റീനൻ പ്ലെയേഴ്സിന്റെ മുന്നിൽ വേറെ ഒരു കാര്യമില്ല. ദേ ഹാവ് ടു ഡിഫെൻഡ് വിത്ത് ദെയർ ഹാർട്ട്സ്. അതിനെ പുട്ട് ദെയർ ബോഡി ഓൺ ദ ലൈൻ എന്നുള്ള നിലയ്ക്ക് ഇനി മരിക്കേണ്ടി വന്നാലും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ കേപ്പ് വേർഡെ അവര് തോൽക്കാനായിട്ടുള്ളൊരു മനസ്സില്ല. ഞങ്ങൾ വീണ് കയറുന്നാലും അടുത്ത നിമിഷം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചാടി എണീക്കും, മുറിവേറ്റ് കിടന്നാലും ഞങ്ങൾ പൊരുതും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് കേപ്പ് വേർഡെ കളിച്ചത്. സോ അതുകൊണ്ട് അർജന്റീന അവർക്ക് ഒരു നിമിഷം പോലും ഒന്ന് കണ്ണടയ്ക്കാൻ പോലുള്ള ഒരു സമയം ഇല്ല. സോ ദേ ഹാഡ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആ ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. അതോടുകൂടി മെസ്സിയും പിള്ളേരും ഒരു എന്താ പറയുക സൈ ഓഫ് റിലീഫ് അതാണ് വന്നത്. ഈ ഗെയിമിൽ നമ്മൾ കളി കഴിഞ്ഞിട്ട് കാണുന്നത് വെച്ചിരുന്നാലും അർജന്റീൻ പ്ലെയേഴ്സ് വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോയില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വേണമെങ്കിലും പോകായിരുന്നു. ആൻഡ് ഓപ്പോസിഷൻ ടീം അവർ ഫൈറ്റ് ചെയ്തിട്ട് അവസാന സെക്കൻഡ് വരെ ഫൈറ്റ് ചെയ്തിട്ടാണ് വീണത്. അപ്പോൾ അതിന്റെ റെസ്പെക്ട് എന്നോളം അർജന്റീനൻ ടീം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രേഷനും വേണ്ട, അത്യാവശ്യം നോർമൽ രീതിയിൽ കളി ജയിച്ചതിന്റെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദേ വർ കൺഗ്രാറ്റുലേറ്റിംഗ് ദ കേപ്പ് വേർഡെ പ്ലെയേഴ്സ്. ഈ ഗെയിമിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഗോൾസോ അല്ലെങ്കിൽ അതിനകത്തുള്ള മൊമെന്റ്സ് വേറെ ഒന്നും അല്ല. ഇതിനകത്ത് പറഞ്ഞാൽ കേപ്പ് വേർഡെ എന്നുള്ള കുഞ്ഞൻ ടീമിന്റെ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത കളി. ആൻഡ് ഈ ഓരോ പ്രാവശ്യം ഗോൾ വീഴുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ ഇവിടുന്ന് ഇനിയിപ്പോൾ അർജന്റീന കയറും, അർജന്റീന ആ ഒരു ഗോൾ ലീഡ് വർദ്ധിപ്പിച്ചിട്ട് ഒരു ഈസി ഗെയിമിലേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ഗോള് വീഴുമ്പോഴും അവിടെ നിന്നിട്ട് ഉയർത്തെഴുന്നേക്കുന്ന കേപ്പ് വേർഡെ ടീംസിനെയാണ് കണ്ടത്. ഇതിനകത്തുള്ള ഒരു പ്ലെയർ പോലും അങ്ങനെ നമുക്ക് ഫുട്ബോൾ വേൾഡിന് അങ്ങനെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒന്നും അല്ല. പക്ഷേ ദേ വർ എ ടീം, 11 പേര് ഒരുതാൻ ഉറച്ച് മുമ്പോട്ട് പോകുന്ന ടീം. ആൻഡ് ദേ ഓൾവേസ് സെഡ് ലൈക്ക് വി വിൽ ഫൈറ്റ്, വി വിൽ നെവർ ഗിവ് അപ്പ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ കുഞ്ഞൻ ടീമിനെ ഇന്ന് വേൾഡ് ഫുട്ബോളിൽ തന്നെ ഒരു വലിയ എല്ലാവരെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നതും എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഒരു ടീമായിട്ട് മാറിയതിന് കാരണം. ഈ ഗെയിം ഒരു ട്രൂ എക്സാമ്പിൾ തന്നെയാണ് ടു ദ വേൾഡ് ഓഫ് ഫുട്ബോൾ. കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് 100% എഫേർട്ട്. നിങ്ങൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞിരുന്നാൽ യു ക്യാൻ സക്സീഡ് ഇൻ ലൈഫ്. അത് തന്നെയാണ് ഈ ഒരു ഗെയിം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്. ഈ ഗെയിം കണ്ടതിന് ശേഷം എനിക്ക് ആസ് എ ഹ്യൂമൻ ബീങ് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്. സോ ഇഫ് യു എവർ ലൂസ് ഇൻ ലൈഫ് ഓർ ഇഫ് യു ലൂസ് ഓൺ എ ഫുട്ബോൾ പിച്ച് ഇൻ ഫുട്ബോൾ ടേംസ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ലൂസ് ലൈക്ക് കേപ്പ് വേർഡെ, പൊരുതി തോക്കുക. അപ്പോൾ നിങ്ങളുടെ തോൽവി എന്ന് പറഞ്ഞാൽ ഒരു വിജയം പോലെ തന്നെ ഫീൽ ചെയ്യും. അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. യു മേ ലൂസ്, നമ്മളെല്ലാവരും വിജയിക്കുന്ന ആൾക്കാരല്ല, തോൽക്കുന്നവരുണ്ട്. പക്ഷെ തോറ്റാലും കേപ്പ് വേർഡെ പോലെ തോക്കണം. ഈ 4 വർഷം കൂടുമ്പോൾ ഈ വരുന്ന വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോർ പീപ്പിൾ ലൈക്ക് മീ, നമ്മൾക്ക് കുഞ്ഞുനാൾ മുതൽ കളി കണ്ട് ആസ്വദിച്ച് വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഇത്രയും വയസ്സും ഒക്കെ ആയിട്ട് വരുന്നു. ലൈക്ക് വി ഹാവ് ബിക്കം ഗ്രോൺ അപ്സ്. ഈ വേൾഡ് കപ്പ് വരുമ്പോൾ എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരും വളരെയധികം ചെറുപ്പമായി മാറുന്നു എന്നുള്ളതാണ്. ഇത്രയധികം ടെൻഷൻസും ഈ കളിയുടെ ഒരു സ്പിരിറ്റും ഒക്കെ നമ്മൾ വളരെയധികം ചെറുപ്പമാക്കി മാറ്റുന്നു എന്നുള്ളത് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ ഗെയിമിൽ മെസ്സിയുടെ കുറച്ച് റെക്കോർഡ്സ് വീണ്ടും വന്നിരിക്കുകയാണ്. ഫസ്റ്റ് പ്ലെയർ ഇൻ ഹിസ്റ്ററി ടു ഗെറ്റ് 20 വേൾഡ് കപ്പ് ഗോൾസ്. പിന്നെ അതിനുശേഷം only player in history to score in knockout games in 5 different tournaments. സോ ഇങ്ങനെയൊക്കെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഗെയിം അവസാനിച്ചത്. സോ എനിവേയ്സ് മെസ്സിയും കൂട്ടരും ഗെയിം ഇംപ്രൂവ് ചെയ്തേ പറ്റൂ. മേ ബി എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിമിന് ശേഷം അത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. സോ ഐ ഗെസ് ദേ വിൽ ഇംപ്രൂവ് ദിയർ ഗെയിം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യ കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ഈ പ്രാവശ്യം കേപ്പ് വേർഡെ കൊടുത്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് കുഡ് പ്രൂവ് വൈറ്റൽ ഫോർ Argentina to improve the game. Okay, so anyways, thank you so much for watching. Keep supporting. Take care. Bye.